ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വൈകാരിക സുരക്ഷ അല്ലെങ്കിൽ ഇമോഷണൽ സേഫ്റ്റി എങ്ങനെ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി എങ്ങനെ സേഫായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് വൈകാരിക സുരക്ഷ? നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെ ഇമോഷണലി സേഫ് ആയിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും സേഫ്റ്റി അന്വേഷിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇമോഷൻ പരമായിട്ട് അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെങ്ങനെ സേഫ് ആയിരിക്കാം, നമുക്ക് ആ ഒരു സെക്യൂരിറ്റി എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പലതരത്തിൽ നമുക്ക് പല ടെക്നിക്കുകൾ, പല പ്രാക്ടീസസ് അതിൽ കൂടെയൊക്കെ നമുക്ക് വൈകാരിക സുരക്ഷ അല്ലെങ്കിൽ ഇമോഷണൽ സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തത നേടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് ലഭിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് റിയാലിറ്റി തിരിച്ചറിയുന്ന സമയത്ത് ഈ ഒരു ലോകത്തിൽ നമുക്ക് സുരക്ഷിതത്വം തോന്നേണ്ടതുണ്ട്. അപ്പോൾ വൈകാരികമായിട്ട് സുരക്ഷിതത്വം തോന്നാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണലി കുറച്ചുകൂടി ഒന്ന് മെച്യൂർ ആവാന്നുള്ളതും കൂടി മനസ്സിലാക്കാതെ തീർച്ചയായിട്ടും മറ്റാളുകളും പുറമേയുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ സുരക്ഷിതത്വം അനുഭവിക്കാനുള്ള കഴിവിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും, അല്ലേ? നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് സാഹചര്യം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യുന്ന എവിടെയാണ്? പുറമേയാണ്, അല്ലേ? പക്ഷേ നമുക്ക് ഉള്ളിലാണ് ആദ്യം സുരക്ഷിതത്വം ഫീൽ ചെയ്യേണ്ടത്. ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ കോൺഫിഡൻസ്, ഇന്നർ കംഫർട്ട്, നമുക്ക് ഇന്നർ പീസ് നമുക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇന്നർ കോൺഫിഡൻസ് പറയുമ്പോൾ നമുക്ക് ആന്തരികമായിട്ടൊരു ആത്മവിശ്വാസം, നമ്മളോടൊരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വൈകാരികമായിട്ട് സ്വയം സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ലേഡി, ഒരു സ്ത്രീ, മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക് അത്രയങ്ങ് പെട്ടെന്ന് അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹൃദയത്തിൻ്റെ വാതിൽ പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറാവില്ല. അതായത് കൃത്യമായിട്ട് നമ്മളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരുന്ന ആൾക്കാർ അത് എത്തരത്തിലുള്ള ആൾക്കാരാണ്, നമുക്ക് എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമോഷണലി സെക്യൂർ ആവുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ആദ്യം നമ്മളോട് സെക്യൂർ ആയിരിക്കണം. നമ്മുടെ ആ ഒരു ഇമോഷനുമായിട്ട് നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ടൊരു കംഫർട്ടിൽ ആദ്യം ആയിരിക്കേണ്ടതാണ്, ആവശ്യമാണ്. അപ്പോൾ പലതരത്തിലും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്നു, ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു. അപ്പം പലരും ചോദിക്കാറുണ്ട്, എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ മാത്രം കടന്നു വരുന്നു? അപ്പോൾ ഒരു പകുതിയാവുന്ന സമയത്ത് ആയിരിക്കും നമ്മൾ അവരുടെ ആ ഒരു റിയാലിറ്റി തിരിച്ചറിയുന്നുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഒരു ഇമോഷണൽ സേഫ്റ്റി ഇല്ല, നമ്മുടെ ഇന്നർ ചൈൽഡ് അത്ര സേഫായിട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക, നമ്മളുമായിട്ടൊരു സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് നമ്മളോടൊരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് നേടുന്നത് വഴി തീർച്ചയായിട്ടും നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാനും നല്ല ബന്ധങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഇമോഷണലി സേഫ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങളോടൊരു സുരക്ഷിതത്വം തോന്നുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ സ്വയം ചോദിച്ച് നോക്കുക, ഉത്തരം പറയുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് സുരക്ഷിതത്വം തോന്നുന്ന സമയത്ത് എൻ്റെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കംഫർട്ടാണോ? നിങ്ങൾ സ്വയം ചോദിച്ച് നോക്കുക. ശരീരത്തിൽ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആങ്സൈറ്റി, ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ശരീരത്തെ ഒബ്സർവ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഞാൻ ഇമോഷണലി സേഫ് ആണോ എന്നുള്ള കാര്യം. ഒരു 2-3 ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. എന്നിട്ട് ശരീരം ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും നമ്മളോട് കംഫർട്ടാണോ എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്ക് സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഏതൊരു സമയത്താണ്? ഞാൻ വിശ്രമിക്കുന്ന സമയത്താണോ? ഞാൻ ആരോടെങ്കിലും ഇമോഷണലി എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുന്ന സമയത്താണോ? അല്ലെങ്കിൽ ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണോ? സെൽഫ് ലവിൻ്റെ ഭാഗം തന്നെയാണ് വിശ്രമം. പക്ഷേ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഇഷ്ടത്തിലേക്ക് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നത്? സ്വയം ചോദിക്കാം. ചില സമയത്ത് ഉത്തരം ഉണ്ടാവില്ല. ആ സമയത്ത് മനസ്സിലാക്കാൻ നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടി സെക്യൂർ ആവേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത്. പിന്നെ മൂന്നാമത് ചോദിക്കേണ്ട ചോദ്യമാണ്, ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രവൃത്തികളാണ് എന്നെ വളരെയധികം കംഫർട്ടായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത്?
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് സുരക്ഷിതത്വമില്ല അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി സേഫ് അല്ല. സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേയുള്ള കാര്യമല്ല, നമ്മളോടൊരു കംഫർട്ടായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നമുക്കൊരു ഇന്നർ ഹാപ്പിനെസ് തോന്നുന്നൊരു സമയം. അപ്പോൾ എനിക്ക് സുരക്ഷിതത്വമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ് അത്തരത്തിലൊരു ഫീലിങ്സ് വരുന്നത്? അത് സ്വന്തം അവനവൻ്റെ മനസ്സിനോട് ചോദിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ജേണലിൽ കുറിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നതോടുകൂടി നിങ്ങൾക്ക് കുറേയൊക്കെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്, മനസ്സിലാക്കാം കേട്ടോ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ചോദിക്കുന്ന സമയത്ത് ശരീരവും നമ്മുടെ ആ ഒരു ഇമോഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടൊരു ബോധം, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മൈൻഡ്, ബോഡി, സോൾ കണക്റ്റഡ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരം പറയും നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെയാണ് ഇൻസെക്യൂരിറ്റി എന്നുള്ളത് നമ്മുടെ ബോഡി പറയും. സോ ശരീരത്തെ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ശരീരം തരുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില സൂചനകൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡ്രസ്സ് ധരിക്കുകയാണ്. ആ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര കംഫർട്ടല്ല, ഇറുകിയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ചിലപ്പോൾ അത് വളരെ എന്താ പറയുക, ലൂസായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ, നിങ്ങൾക്കത് പാകമല്ലാത്തൊരു ഡ്രസ്സാണെങ്കിൽ നിങ്ങൾക്കത് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ആൾക്കാരുടെ മുന്നിൽ പോകാൻ വേണ്ടിയിട്ടൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും ഇല്ലേ. അപ്പോൾ മനസ്സിലാക്കുക എന്താ, എനിക്കത് കംഫർട്ടല്ല, എനിക്ക് പാകമല്ല എന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശരീരം നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻ, സാഹചര്യം, നമ്മുടെ ജോലി, ബന്ധങ്ങളെക്കുറിച്ചിട്ട് നമ്മുടെ ശരീരം സൂചനകൾ തരും. ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അതിന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മോചിക്കപ്പെട്ടു പോകാത്തത്. നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. സോ സ്ട്രെസ്സ് തരുന്ന ഏത് സിറ്റുവേഷൻ, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അവസ്ഥകൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് സൂചനകളാണ്. ഇത് നമുക്ക് പറ്റിയ ബന്ധമല്ല, അല്ലെങ്കിൽ പറ്റിയ അവസ്ഥകളല്ല, സാഹചര്യമല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വഴി നമുക്ക് സ്വയം സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇമോഷണലി നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ സമയത്ത് നമുക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടുതലായതുപോലെ തോന്നുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ്, ശ്വസന വ്യായാമം ചെയ്യാം. മൃദുവായിട്ട് ശരീരം ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷേക്ക് ചെയ്യാം, സ്വയം ഒന്ന് ഹഗ് ചെയ്യുക, പിന്നെ പ്രകൃതിയിലേക്കൊന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് സ്ലോ വാക്കിംഗ്, ഇതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഇത് നമ്മളെ ഹീൽ ചെയ്യാൻ കൂടി സഹായിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുറത്തേക്ക് പോകാൻ പറയുമ്പോൾ നേച്ചറിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടച്ച് മുറികളിൽ ഇരിക്കാതിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ ഇമോഷൻസ് കൂടുതലായിട്ട് വരും. നമ്മൾ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടി സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ എനർജി എവിടെയാണ് ലീക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എവിടെ എനർജി ലീക്ക് ആവുന്നുണ്ട്, എവിടെയാണ് നിങ്ങളുടെ ഊർജ്ജം പോകുന്നത്, അതിനെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുക. അമിതമായിട്ട് എവിടെയാണ് നിങ്ങൾ സ്ട്രെസ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഹീൽ ചെയ്യുന്നത് വഴി സ്വയം അവനവനോടൊരു കംഫർട്ട് ഫീൽ ചെയ്യും. ഇന്നർ ചൈൽഡ് തീർച്ചയായിട്ടും പതിയെ പതിയെ ഹീലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഈ നിങ്ങൾ ചെയ്യുന്ന കാര്യം സ്വയം ചോദിക്കാം, ഇതെൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ആവശ്യത്തിന് ഊർജ്ജം ഉണ്ടാവുന്നുണ്ടോ, സോ ഞാൻ പോസിറ്റീവായിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്, ഈ ഒരു കാര്യം, അത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ അത് നിങ്ങൾക്ക് കംഫർട്ടാണോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ എനർജി പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് നമ്മളോട് തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അബൻഡൻസ് നമ്മുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓർക്കാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.